പത്തർത്ഥ മിണ്ടാതിരിക്കില്ലേ? അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇ കെ ഹസൻകുട്ടിയാണ്. മുസ്ലിങ്ങളും നമ്മുടെ BJP എന്ന പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് നമുക്കൊരു ശത്രുവായി കണക്കാക്കേണ്ട. ഒരാൾ 7 ഗ്രൂപ്പായി നിൽക്കുന്ന കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു 20 or 22 MPമാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. 25 താഴെയായിരിക്കും അതിന്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തൊക്കെ നമുക്കറിയാം. പാർലമെന്റ് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ BJP ആയി പോയി, സൗത്ത് ഇന്ത്യയിലാണ്. ശരിയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും കുഴപ്പമുണ്ട്. കർണാടക ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലും കർണാടകത്തിൽ വരുന്ന പോലുള്ള മാറ്റം, ഇന്ത്യയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അവിടെ നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്വാഭാവികമായി അടുത്ത 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാനാണ് ഇവിടെ നിന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി BJP മാറിയിരിക്കും. NDA സത്യം മാറിയിരിക്കും. ഇത് ഉറപ്പാണ്. സങ്കേതമായി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 29 പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് ഇന്നത്തെ ഒരു എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 29 ഒരു സംശയം വേണ്ട, കേരളം ഭരിക്കുന്ന മുന്നണിയായി NDA മാറും. പാർട്ടി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല. കാരണം ഇന്ന് പ്രിയങ്കരായ നമ്മുടെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ പത്തർത്ഥ മിണ്ടാതിരിക്കില്ലേ? അങ്ങനെയല്ലേ? أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഞാൻ ബാങ്കുളി കേട്ടപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇ കെ ഹസൻകുട്ടിയാണ്. അദ്ദേഹം ഇന്ന് ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അസുഖമായി പോയി. 13-ാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്റ്റേജിൽ കാണും എന്ന് ഇവിടെ വെച്ച് പറയുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരു മുസ്ലിങ്ങൾ നമ്മോടത്ത് ഇല്ലെന്ന്. ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇവിടെ നല്ലൊരു മുസൽമാൻ കണ്ടില്ല. എന്ത് ചെയ്യും? നസീർ വയലന്തരയ്ക്കൽ. നസീറുണ്ടോ അവിടെ? നിങ്ങൾ വന്നപ്പം എന്നെ കയ്യിൽ നിന്ന് കയറ്റിയ ആളാ. കാണുന്നില്ല. ഉണ്ടോ? പുറകിലുണ്ട്. അതായത്
മുസ്ലിങ്ങളും നമ്മുടെ BJP എന്ന പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു.